മദൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡേസി 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 ലാ 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 ലാ. ഹലോ ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഡേസി പൂക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങളെൻ്റെ 41 പൂക്കളിൽ കണ്ടിട്ടുണ്ടാവും. അതായത് കഴിഞ്ഞ വർഷം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ 41 പൂക്കൾ. അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും 1, 2, 3 പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വിശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ശരിക്കും ഈ ഒരു ഡേസി പ്ലാന്റ് സിംബലൈസ് ചെയ്യുന്നത് തന്നെ ഇന്നസെൻസ്, പ്യോറിറ്റി, ബ്യൂട്ടി, ലവ്, ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, ഇതിനൊക്കെ സൂചിപ്പിക്കുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ ആ ഒരു പാട്ട് മറക്കില്ല അല്ലേ, മലയാളികൾ പ്രത്യേകിച്ചും. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. പണ്ടത്തെ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ ശരിക്കും നമ്മളെ കൊണ്ടുപോകും. അത് കാരണം ഇതൊരു വളരെ പ്രിയപ്പെട്ടൊരു ചെടി തന്നെയാണ്. ഇത്ര കാലം എൻ്റെ കയ്യിൽ ഇത് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏകദേശം 2 വർഷത്തിൻ്റെ മേലെ ആയിട്ടുണ്ട് ഈ ഒരു ചെടി. സ്റ്റിൽ ഇത് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം, പിന്നെ അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന രീതികൾ ഒക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാലം നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാകും. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. എന്നാൽ ഈ പൂക്കൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് അത്യാവശ്യം കുറച്ച് വളങ്ങൾ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ, ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വളം, അതായത് മാസത്തിലൊരിക്കൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിതിങ്ങനെ ലീസ്റ്റ് അത് അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു പരിഗണനയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പ്രൂൺ ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും എല്ലാ ചെടികളിലും നമ്മൾ കൊടുക്കുമല്ലോ, അതുപോലെ അല്ലാണ്ട് പ്രത്യേകിച്ചൊരു ഫെർട്ടിലൈസറോ ഒന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. അതിനുശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം അതിനെ ട്രിം ചെയ്തു. കേടായിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കരിഞ്ഞു പോയി, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ പൂവിട്ടപ്പം ഉള്ളൊരു സ്റ്റേജാണ്. അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയും ഒരു സ്റ്റേജിലേക്ക് അതെത്തും. അതായത് നിറയെ പൂക്കൾ, എല്ലാ ശാഖയിലും നിറയെ പൂക്കൾ ഉണ്ടായിട്ട് പിന്നെ അത് ഇങ്ങനെ കരിഞ്ഞു ഉണങ്ങി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊന്ന് ട്രിം ചെയ്ത് ആ കമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വീണ്ടും തൈകൾ വന്ന് പുതിയ പുതിയ ശാഖകൾ, നല്ല ബ്രാഞ്ചസ് ആയിട്ട് വന്ന് നല്ല ഉഷാറായിട്ട് തന്നെ അതിരിക്കും കേട്ടോ. പിന്നെ നനയ്ക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നനയ്ക്കുമ്പം വല്ലാതെ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ വല്ലാതെ എൻ്റെ മേലേക്ക് നനയ്ക്കാതെ പെട്ടെന്ന് ചീച്ചിൽ വരാനുള്ള ഈ ഇലകളുടെ മേലേക്ക് അധികം വെള്ളമാവാതെ കുറച്ച് ശ്രദ്ധിക്കുക. ആ അടിയിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് മണ്ണിൽ തട്ടുന്ന രീതിയിൽ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ അടി പറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ അടിഭാഗം ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഞാൻ ക്ലോസിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പ്രൂൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ മുമ്പ് എടുത്ത് കാരണം അതങ്ങോട്ട് മിസ്സായിപ്പോയി. അത് കാരണം അത് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും അടിഭാഗത്ത് നമുക്കിങ്ങനെ പെട്ടെന്ന് മണ്ണിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാരണം വേഗം അവിടെ ചീച്ചിൽ വരും. അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചീഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ മെല്ലെ എടുത്ത് മാറ്റുക. അപ്പോൾ അതാണൊരു കെയർ എന്ന് പറയുക. പ്രത്യേക ഒരു കെയർ എന്ന് പറയാൻ അത് മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് സോഫ്റ്റ് പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരുപാട് തവണ പൂവിട്ടു. പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു നഴ്സറിയിൽ കണ്ടപ്പം വേറൊരെണ്ണം മേടിച്ചിട്ടുണ്ട്, ഒരു വൈറ്റ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് യെല്ലോ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഏതായാലും ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പോലത്തെ ഒരു ചെടി തന്നെയായിരുന്നു ഞാനിത് ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് സപ്പോർട്ടായിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് തൂങ്ങി കിടക്കുകയാണ്. പക്ഷെ എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു സമയത്ത് ഒരു പ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞ് നശിച്ചു പോവുകയായിരിക്കുന്നു. പക്ഷെ ഒരിക്കലും ചെടി കേടാവില്ല കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ട് കുറച്ച് നീളമായിപ്പോയി. പക്ഷെ പൂക്കൾ കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്തായാലും ട്രിം ചെയ്യും. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു തൈകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ തൈകളൊക്കെ. അത് കണ്ടോ, ഇതിങ്ങനെ വളരെ കുഞ്ഞായി. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി. ഇത് വേറൊരു ചെടി കേട്ടോ. ഇത് ഞാൻ വെറുതെ അതിൻ്റെ അകത്ത് കുത്തിയിട്ടതാണ്. എനിക്ക് ഒരു പൂ ഉണ്ടാകുന്ന ചെടി തന്നെയാണ് അത് കേട്ടോ. അത് ഞാൻ കുറേ മുമ്പ് കുത്തിയിട്ടതാണ്. ഇതുപോലത്തെ തൈ നമുക്കിങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് വേരുണ്ടാവും. വേരുള്ള ഭാഗം നോക്കിയിട്ട് എടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പം പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ കണ്ടോ, കുഞ്ഞു വേരുകളാണ്. അപ്പോൾ നമുക്കിത് ഒരു കുഞ്ഞു പോട്ടിലേക്ക് മാറ്റി നട്ടാൽ വേറൊരു ചെടിയായിട്ട് നമുക്ക് മാറ്റി കിട്ടും. ഇങ്ങനെയും ചെയ്യാം. അതായത് അതിനെ ഒരിക്കലും അത് കേടായി പോവില്ല. എന്തായാലും അതിൻ്റെ കുഞ്ഞു തൈകൾ, ബേബീസ് അടിയിലുണ്ടാകും. അപ്പോൾ ഇതൊരു വൈറ്റ് ഞാൻ മേടിച്ചതാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ചീച്ചൽ ഇങ്ങനെ ഇല ഇങ്ങനെ മണ്ണിനോട് ചേർന്നും കൊണ്ടുണ്ടാകും. അപ്പോൾ ആ ഇലകളൊക്കെ
നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വേഗം എടുത്ത് ഒഴിവാക്കുക. അല്ലെങ്കിൽ അതങ്ങനെ കേടായി ആ അടിയിട്ട് ആ കമ്പ് ഇങ്ങനെ കേടായി പോയിട്ട് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഇതിലും കണ്ടില്ല നിങ്ങൾ കുഞ്ഞു തൈകൾ അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വേറൊരു ചട്ടിയിലേക്ക് ആക്കി വെക്കാം. പിന്നെ ഈ ഒരു നഴ്സറി മണ്ണ് വലിയ കുഴപ്പമില്ല, ഞാൻ ഉടച്ച് പോക്കുന്നൊന്നുമില്ല, നന്നായിട്ട് വേര് പുറത്തേക്ക് താഴത്തേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം സാധാരണ മണ്ണ് ഗാർഡൻ സോയിലില്ലേ അതും കുറച്ച് ഒരു ഇത്തിരി ചാണകവും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി മാത്രമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളത്. അത് അതുപോലെ തന്നെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത്തിരി നന കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാ വർഷവും നമുക്ക് പൂക്കൾ കിട്ടും. തീർച്ചയായിട്ടും ഒരു ബിഗിനർക്ക് വേണ്ട അല്ലെങ്കിൽ നോക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇപ്പം പെയ്തത്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇത് താഴെയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചെടികൾ എഗ്ലോണിമ ഒക്കെ ഞാൻ മേലേക്ക് ടെറസിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഷീറ്റിൻ്റെ അടിയിലായിട്ട് വെക്കുന്ന കൂട്ടത്തിൽ ഇത് ഞാൻ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ വെച്ച സ്ഥലത്ത് നല്ല കറക്റ്റായിട്ടുള്ളൊരു വെയിലാണ് ഇതിന്, രാവിലത്തെ ആ ഒരു വെയിലും അതുപോലെ തന്നെ ആ നല്ലൊരു വെയിലാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ബ്ലൂം ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്താലും നമ്മൾ ആ ഒരു ലൈറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു വെയിൽ കിട്ടിയത് കാരണം ആ ഒരു കൃത്യമായിട്ട് ഇതിനൊരു വളമുള്ള കാരണം പിന്നെ ആ ഒരു കാലാവസ്ഥ എല്ലാം കൂടി യോജിച്ച് വന്നപ്പം നല്ല ഉഷാറായിട്ട് അത് പൂക്കൾ ആ ഒരൊറ്റ കമ്പ് തന്നെ നിറയെ പൂക്കൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടല്ലോ, ജെന്യുവൻ ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണിത്. അപ്പോൾ വേറെ ഒന്നും വേണ്ട, എല്ലാവരും ഒരു ഡേസി പ്ലാന്റ് ഏതെങ്കിലും ഒരു കളറ്, ഞാൻ ഒരുപാട് കളേഴ്സ് നമ്മളെ നഴ്സറി പോയാൽ കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ എല്ലാം കൂടി വാങ്ങിക്കില്ല, ഞാൻ ഒരെണ്ണം വാങ്ങി കുഞ്ഞ് പ്ലാന്റ് തന്നെ വാങ്ങി. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ വൈറ്റ്, അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്തൊരു പ്ലാന്റിനെ വാങ്ങിച്ചത്. ഞാൻ എല്ലാ പ്ലാന്റ്സും അങ്ങനെ കേട്ടോ ചെയ്യുക, എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങി ഞാൻ കൊണ്ടുവയ്ക്കില്ല. ഒരു പ്ലാന്റിനെ പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്യും, വെച്ച് നോക്കി എനിക്കതിനെ നോക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്കതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ ആദ്യം ഞാൻ നോക്കും. എന്നിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്തപ്പം ഞാൻ ഈ അടുത്തൊരു വൈറ്റ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആ വൈറ്റിനെയും കൂടി ഒന്ന് കളക്ട് ചെയ്തു. ഇതായിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ ബിഗിനേഴ്സിനുള്ളൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെടികൾ വെറൈറ്റീസ് ഈ കളറെന്നല്ല എത്രയോ കളേഴ്സ് ഡേസി പ്ലാന്റിൽ വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടി വാങ്ങി വയ്ക്കരുത്. ഒരു വീഡിയോ കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി വാങ്ങി നമുക്കിവിടെ നിറച്ചും ഡേസി പ്ലാന്റ് ആക്കിക്കളാമെന്ന് വിചാരിക്കരുത്. ഒരു പ്ലാന്റ് വാങ്ങി അതിനെ നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ എനിക്കത് പറ്റുന്നുണ്ട് എൻ്റെ വീട്ടിലത് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അല്ലെങ്കിൽ ഒരു കഷ്ണം കമ്പ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്ന് നട്ടുപിടിപ്പിച്ച് നോക്കുക. എന്നിട്ട് നമുക്കതിനെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വാങ്ങിക്കാം. അപ്പോൾ അതൊരു ടിപ്പായിട്ട് എല്ലാവരും മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഡേസി പൂക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.